സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. iPhone 12. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് iPhone 12ൻ്റെ പ്രൊഡക്റ്റ് റെഡ് എന്ന കളറാണ്. iPhone 5 കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. അത് റെഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ബോക്സ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വളരെ തിന്നാണ് കമ്പയറിങ് ടു 11 സീരീസ് ആൻഡ് 10 അങ്ങനെ നോക്കുമ്പോൾ. കാരണം ഇതിൽ ആപ്പിൾ ഈ പ്രാവശ്യം ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററും ഇയർപോഡും ഇതിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് തന്നെ വാങ്ങേണ്ടതുണ്ട്. അതിലുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 128GB 4GB റാമാണ്. ഇതിൻ്റെ ബോക്സ് ഡിസൈൻ കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്, നല്ലൊരു ക്ലാസിക് ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആപ്പിൾ ലോഗോ റെഡ് കളറിലാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള റെഡ് കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ആപ്പിൾ ലോഗോ നമുക്ക് മിഡിലായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഇത്തവണ നമുക്ക് iPhone 12ൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത് USB Type-C to ലൈറ്റ്നിങ് കേബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് C ടൈപ്പ് USB അഡാപ്റ്റർ തന്നെ വാങ്ങേണ്ടി വരും. എപ്പോഴും ആപ്പിളിൻ്റെ തന്നെ ഒറിജിനൽ ചാർജ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കും ഫോണിൻ്റെ ലൈഫിനും നല്ലത്. അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ iPhone 11 Pro അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിലോട്ട് പോകാം. അതിന് ഈ പേപ്പർ ഒന്ന് പീൽ ചെയ്യണം. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇത്തവണ ആപ്പിൾ നമുക്ക് നൽകിയിരിക്കുന്നത് സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ്. HDR10 സപ്പോർട്ടോട് കൂടി. അതേപോലെ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്നത് കുറച്ച് പേപ്പേഴ്സാണ്. ഇൻസ്ട്രക്ഷൻ മാനുവൽ, അതുകൂടാതെ ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ. അതേപോലെ ഇത്തവണ നമുക്ക് ആപ്പിളിൻ്റെ ഒരു ലോഗോ മാത്രമാണ് ലഭിക്കുന്നത്. 11 Pro വരെ നമുക്ക് 2 ലോഗോ ലഭിച്ചു. ഇനി ഫോൺ നമുക്ക് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തതിന് ശേഷം മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നോച്ചും അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ വ്യൂയിങ് ആംഗിളും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഫോണിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് 5G നെറ്റ്വർക്ക് സപ്പോർട്ടഡ് ചെയ്യുന്നൊരു ഫോണാണ്. ഈ ഫോൺ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആപ്പിൾ 4 സീരീസ് 5 സീരീസ് ആ മോഡലുകളെയാണ്. അതിൻ്റെ സെയിം മാതൃക അനുകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യവും ഫോൺ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേ സൈഡിലോട്ട് വരുമ്പോൾ ആപ്പിൾ ഈ ഫോണിന് സെറാമിക് പ്രൊട്ടക്ഷനും കൂടി ഡിസ്പ്ലേക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് 4 times ബെറ്റർ എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ഫോണിൻ്റെ ബാക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതും ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് ഫ്രെയിമിനോട് നന്നായി ചേർന്നിരിക്കുന്നതിനാൽ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് അവിടെ ലഭിക്കുന്നു. പിന്നെ ഫോൺ നമുക്ക് ആദ്യം ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമായി തോന്നും. പക്ഷേ അതിനോട് മിങ്കിളായി കഴിയുമ്പോൾ അത് നമുക്ക് നല്ലൊരു ഫീലാണ് തരുന്നത്. നല്ലൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫോണിൻ്റെ സിം ട്രൈയും ഫോണിൻ്റെ ഇടതുവശത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മ്യൂട്ട് അൺമ്യൂട്ട് സ്വിച്ചും ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫോണിൻ്റെ പവർ ഓൺ ബട്ടൺ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നോച്ചും കാര്യമായ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല, പഴയ പോലെ തന്നെ. അതേപോലെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഗ്ലാസ് ആണ് അവിടെ പ്രൊട്ടക്ഷനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ സ്ക്വയറി ഡിസൈൻ അത് എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടം തോന്നില്ല, പക്ഷേ യൂസ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ 2 സ്പീക്കറാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
താഴെ ലൈറ്റ്നിങ് പോർട്ടിന് സമീപം ഒരു സ്പീക്കറും അതേപോലെ ഇയർ പീസും ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സൗണ്ട് ക്വാളിറ്റി നല്ലതായി തന്നെ ഫീൽ ചെയ്തു. മെയിൻ ക്യാമറ സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് 2 ക്യാമറയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതേപോലെ തന്നെ ഡ്യുവൽ ടോൺ LED ഫ്ലാഷും കൂടി നമുക്ക് അവിടെ അവൈലബിൾ ആണ്. HDR സപ്പോർട്ടും കൂടിയാണ്. അതേപോലെ 4K 24 ഫ്രെയിം പെർ സെക്കൻഡും 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ HDR ഡോൾബി വേർഷനും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇനി സെൽഫി ക്യാമറയിലോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ അവൈലബിൾ ആണ്. HDR 4K സപ്പോർട്ടഡ് കൂടി. അതേപോലെ ഇതിൻ്റെ മൈക്ക് വരുന്നത് ഡൗൺ സൈഡാണ്. ലൈറ്റിംഗ് പോയിൻ്റ് ലെഫ്റ്റ് സൈഡായിട്ട് റൈറ്റ് സൈഡ് നമുക്കൊരു സ്പീക്കർ അവൈലബിൾ ആണ്. അതേപോലെ ഇയർ പീസും ഒരു സ്പീക്കറാണ് നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ ഈ ബോക്സി ഡിസൈൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ നല്ലൊരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ ഹാൻഡ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ അനായാസം സാധിക്കുന്നതാണ്.